നമസ്കാരം. ഇന്ന് രാവിലെ തന്നെ മലയാള സിനിമാ പ്രേമികളെ വളരെയേറെ വേദനയിലാഴ്ത്തിയ ഒരു വാർത്ത തന്നെയാണ് പുറത്തു വന്നത്. ശ്രീനിവാസൻ വിടവാങ്ങി. മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഒരു മുഖവരിയുടെ ആവശ്യമില്ലാത്ത താരമാണ് ശ്രീനിവാസൻ. എന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന നിരവധി വ്യത്യസ്ത കഥാപാത്രങ്ങൾ ശ്രീനിവാസൻ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. സിനിമാ ലോകത്ത് ശ്രീനിവാസൻ നേടിയെടുത്ത നേട്ടങ്ങൾ ചെറുതൊന്നുമായിരുന്നില്ല. നടനായും തിരക്കഥാകൃത്തായും പേരെടുത്ത വ്യക്തി കൂടിയാണ് അദ്ദേഹം. നായകനായും സഹനടനായുമെല്ലാം സിനിമകളിൽ ശ്രീനിവാസൻ അഭിനയിച്ചിട്ടുണ്ട്. പ്രിയദർശൻ ചിത്രങ്ങളിൽ ശ്രീനിവാസൻ മോഹൻലാൽ കൂട്ടുകെട്ട് മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. മഴ പെയ്യുന്നു മതളം കൊട്ടുന്നു എന്ന് പ്രിയദർശൻ ചിത്രത്തിലൂടെ തിരക്കഥയിലേക്ക് എത്തിയ ശ്രീനിവാസൻ പിന്നീട് നിരവധി ചിത്രങ്ങൾക്ക് കഥയും തിരക്കഥയും എഴുതി സ്വന്തം സിനിമ സംവിധാനം ചെയ്തു. മലയാളികളുടെ പ്രിയപ്പെട്ട താരം ശ്രീനിവാസന്റെ വേർപാട് കേരളക്കരയെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീനിവാസന്റെ വിയോഗ വാർത്ത പുറത്തു വരുമ്പോൾ കൊച്ചിയിൽ നിന്നും ചെന്നൈയിലേക്കുള്ള ഒരു യാത്രയിലായിരുന്നു മകൻ വിനീത് ശ്രീനിവാസൻ. മുൻകൂട്ടി നിശ്ചയിച്ച ചില പരിപാടികൾക്ക് വേണ്ടിയുള്ള യാത്രയ്ക്കായി വിമാനത്താവളത്തിലെത്തിയിരുന്നു അദ്ദേഹം. വാർത്ത അറിഞ്ഞ ഉടൻ അദ്ദേഹം ആശുപത്രിയിലേക്ക് തിരിച്ചു. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് ശ്രീനിവാസന്റെ വിയോഗം. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലായിരുന്നു അന്ത്യം. 69 വയസ്സായിരുന്നു. രാവിലെ ഡയാലിസിസിന് കൊണ്ടുപോകുമ്പോൾ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ശ്രീനിവാസനെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മുതൽ എറണാകുളം ടൗൺ ഹാളിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 3 വരെ പൊതുജനങ്ങൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാം. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ നടക്കും. അതേസമയം ശ്രീനിവാസന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ രംഗത്ത് വന്നു. മലയാള സിനിമയ്ക്ക് വീണ്ടെടുക്കാനാകാത്ത നഷ്ടമാണ് ശ്രീനിവാസന്റെ വേർപാടെന്ന് മുഖ്യമന്ത്രി അനുശോചിച്ചു. ചലച്ചിത്രത്തിന്റെ സമസ്ത രംഗങ്ങളിലും നായകസ്ഥാനത്ത് എത്തിയ പ്രതിഭയാണ് മറയുന്നത്. പച്ച മനുഷ്യന്റെ ജീവിതം വെള്ളിത്തിരയിൽ എത്തിക്കുന്നതിലും ചിരിയിലൂടെയും ചിന്തയിലൂടെയും പ്രേക്ഷകനെ താൻ ഇച്ഛിക്കുന്ന ബോധതലങ്ങളിലേക്ക് എത്തിക്കുന്നതിലും ഇതുപോലെ വിജയിച്ച ചലച്ചിത്രകാരന്മാർ വേറെ അധികമില്ല. സിനിമയിൽ നിലനിന്ന് പോകുന്ന പല മാമൂലുകളെയും തകർത്തുകൊണ്ടാണ് ശ്രീനിവാസൻ ചുവടുവെച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. താൻ പ്രകാശിപ്പിക്കുന്ന ആശയം കടുത്ത വിമർശനത്തിന് വിധേയമാകുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സരസമായി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കടുത്ത വിയോജിപ്പുള്ളവരും ശ്രീനിവാസനിലെ പ്രതിഭയെ ആദരിച്ചു. ചലച്ചിത്ര രംഗത്തെ ആസ്വാദന തലത്തെ ഭാവാത്മകമാം വിധം മാറ്റുന്നതിന് ശ്രീനിവാസൻ പ്രയത്നിച്ചു. തൻ്റെ സാമൂഹ്യ കാഴ്ചപ്പാടുകളെ ആക്ഷേപഹാസ്യത്തിലൂടെ അവതരിപ്പിക്കുന്നതിൽ വിജയിച്ച ചലച്ചിത്രകാരൻ കൂടിയാണ് ശ്രീനിവാസൻ എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ICUവിൽ ആയിരുന്നപ്പോഴും അച്ഛൻ്റെ മനസ്സിൽ സിനിമയായിരുന്നുവെന്ന് ധ്യാൻ ശ്രീനിവാസൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കാണാനെത്തിയ സുഹൃത്തുക്കളോട് എഴുതാൻ പോകുന്ന സിനിമയെക്കുറിച്ചായിരുന്നു സംസാരങ്ങൾ. 1976 അദ്ദേഹം സിനിമയിലെത്തുന്നത്. അഭിനയം മാത്രമല്ല, എഴുത്തുകാരനായും കഴിവ് തെളിയിച്ചിട്ടുണ്ട് അദ്ദേഹം. അച്ഛന് പിന്നാലെയായി സിനിമയിലെത്തിയ മക്കളും എഴുത്തു വഴങ്ങുമെന്ന് തെളിയിച്ചവരാണ്. അച്ഛൻ്റെ അടുത്തിരുന്ന് തേങ്ങിക്കരയുന്ന ധ്യാനെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. കാണാൻ വന്നവരും അതുപോലെ തന്നെ മാധ്യമങ്ങളിലുള്ളവരെല്ലാം വളരെയേറെ വേദനിക്കുന്ന ഒരു രംഗം തന്നെയായിരുന്നു അത്. ശ്രീനിവാസനും മക്കളായ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും തമ്മിലുണ്ടായിരുന്നത് അപൂർവമായൊരു ആത്മബന്ധമായിരുന്നു. പൊതുയിടങ്ങളിൽ പോലും ധ്യാനും ശ്രീനിവാസനും പരസ്പരം ട്രോളിയും കൊണ്ടും കൊടുത്തും ആ ആത്മബന്ധം രസകരമായ രീതിയിൽ പ്രകടിപ്പിച്ചിരുന്നു. ധ്യാനിനോടുള്ള സ്നേഹം പുറമേക്ക് പ്രകടിപ്പിക്കാൻ അല്പം പിശുക്ക് കാണിച്ച ശ്രീനിവാസൻ പക്ഷേ അവസാന നാളുകളിൽ ധ്യാനിനോട് കൂടുതൽ ചേർന്നു നിന്നു. അതേസമയം തന്നെ ധ്യാൻ ശ്രീനിവാസന്റെ 37ാം ജന്മദിനത്തിലുണ്ടായ അച്ഛൻ ശ്രീനിവാസന്റെ വേർപാട് തീരാ നോവാകുകയാണ്. അച്ഛന്റെ ചേതനയറ്റ മൃതദേഹം കണ്ട് സങ്കടം താങ്ങാനാകാതെ പൊട്ടിക്കരഞ്ഞ് ധ്യാൻ ശ്രീനിവാസൻ ഇരിക്കുന്നതാണ് കാണുന്നത്. സിനിമയുടെ ചിത്രീകരണത്തിന്റെ ഭാഗമായി കോഴിക്കോട്ടായിരുന്നു ധ്യാൻ. അന്ത്യസമയത്ത് അടുത്തില്ലാതിരുന്ന താരം 11:30യോടെയാണ് കണ്ടനാട്ടെ വീട്ടിലെത്തിയത്. ധ്യാനെ കണ്ടതും വിഷമം നിയന്ത്രിക്കാനാകാതെ അമ്മ വിമലയും പൊട്ടിക്കരഞ്ഞു. ശേഷം ചേർത്ത് പിടിച്ച് വിങ്ങിക്കരയുന്ന ധ്യാൻ കുടുംബാംഗങ്ങൾക്കും സഹപ്രവർത്തകർക്കും നൊമ്പര കാഴ്ചയായി മാറി. ധ്യാൻ ഷൂട്ടിങ്ങിലായതിനാൽ ഡയാലിസിസിനായി ആശുപത്രിയിലേക്ക് പോയത് ശ്രീനിവാസനൊപ്പം ഭാര്യ വിമലയും ഡ്രൈവറുമാണ്. പോകുന്ന വഴി ആരോഗ്യം മോശമായി. തുടർന്ന് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഉടനെ തന്നെ മരണം സ്ഥിരീകരിച്ചു. ധ്യാനിന്റെ 37ാം ജന്മദിനത്തിലാണ് അച്ഛൻ വിട പറയുന്നതെന്നും ഏറെ വേദനാജനകമാണ്. ചെന്നൈയിലേക്ക് തിരിക്കുന്നതിനായി വിമാനത്താവളത്തിലെത്തിയ സമയത്താണ് അച്ഛന്റെ വിയോഗ വാർത്ത വിനീത് അറിയുന്നത്. ഉടൻ തന്നെ യാത്ര റദ്ദ് ചെയ്ത് ആശുപത്രിയിലേക്ക് തിരിക്കുകയായിരുന്നു. സ്വതസിദ്ധമായ രീതിയിലുള്ള സംസാരമാണ് അച്ഛന്റെയും മക്കളുടെയും പ്രത്യേകത. ധ്യാനിനെ സ്വതസിദ്ധമായ ശൈലിയിൽ വിമർശിക്കുന്നതിൽ മുൻപിലുണ്ടായിരുന്നു ശ്രീനിവാസൻ. അതിന് തക്ക മറുപടി നൽകി ധ്യാനും ഒപ്പമുണ്ടാകും. ഹോക്കിയിൽ ഇന്ദ്രജാലം തീർത്ത ധ്യാൻ ചന്ദിനോടുള്ള ആരാധന കൊണ്ടാണ് രണ്ടാമത്തെ മകന് ധ്യാൻ എന്ന് പേരിട്ടതെന്ന് ഒരിക്കൽ ഒരു ചടങ്ങിൽ വെച്ച് ശ്രീനിവാസൻ വെളിപ്പെടുത്തിയിരുന്നു. ധ്യാൻ ചന്ദ് എന്ന ആൾ ഇന്ത്യയിലെ ഹോക്കി മാന്ത്രികൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആ ചന്ദ് വെട്ടിക്കളഞ്ഞിട്ടാണ് ധ്യാൻ എന്ന പേര് എൻ്റെ രണ്ടാമത്തെ മകൻ ഇട്ടത്. ആ ചന്ദ് കട്ട് ചെയ്തതിൻ്റെ കുഴപ്പം ഇവനുണ്ട്. പക്ഷേ ഇവൻ എന്ത് മാന്ത്രികമാണ് കാണിക്കാൻ പോകുന്നതെന്ന് അറിയില്ല എന്ന ശ്രീനിവാസന്റെ വാക്കുകൾ അന്ന് കാണികളിൽ ചിരി പടർത്തി. അതേ ചടങ്ങിൽ സന്നിഹിതനായ ധ്യാൻ അച്ഛൻ്റെ നർമ്മം കലർത്തിയുള്ള ട്രോളിന് മറുപടി നൽകി. മലയാള സിനിമയിൽ ഞാനിപ്പോൾ ഒരു മാന്ത്രികനാണെന്നായിരുന്നു ധ്യാനിന്റെ മറുപടി.
അച്ഛൻ്റെയും മകൻ്റെയും രസകരമായ വാക്പോര് കാണികളിൽ ചിരി നിറച്ചു. വിനീത് ശ്രീനിവാസൻ സൗമ്യതയോടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അച്ഛൻ ശ്രീനിവാസന്റെ സംസാരത്തിന്റെ മൂർച്ചയും തീവ്രതയും അപ്പാടെ പകർത്തി അച്ഛന് മകൻ തന്നെ എന്ന പേര് സമ്പാദിച്ചു. എന്നാൽ ധ്യാനിനോട് ഏറ്റവും കൂടുതൽ വഴക്കിട്ടതും വിമർശിച്ചതും ശ്രീനിവാസനായിരുന്നു. മദ്യപാനവും ലഹരിയും കൂടിയതോടെ അച്ഛൻ തന്നെ വീട്ടിൽ നിന്നും പുറത്താക്കിയ കാര്യവും ഒരിക്കൽ ധ്യാൻ തുറന്നു പറഞ്ഞിരുന്നു. ഞാനൊരു സെലിബ്രിറ്റി കിഡ് ആയിരുന്നല്ലോ, നെപ്പോ കിങ് എന്നൊക്കെയാണ് എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. ഒരു സമയത്ത് ഞാൻ ഭയങ്കര ആൽക്കഹോളിക് ആയിരുന്നു. രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് വേറെ പണിയൊന്നുമില്ല, എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ചെയ്തിരുന്നത്. മദ്യപിച്ചിട്ടാണെങ്കിലും വീട്ടിൽ പോകും, അമ്മ എന്നെ ചീത്ത വിളിക്കും. മൊത്തത്തിൽ യൂസ്ലെസ് ആയിരുന്നു ഞാൻ. ലവ് ആക്ഷൻ ഡ്രാമ സിനിമയിൽ നിവിൻ നയൻതാരയോട് പറയുന്നൊരു ഡയലോഗുണ്ട്, വീട്ടിൽ അച്ഛൻ കുറേ പൈസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. ഈ പൈസയൊക്കെ ആരെങ്കിലും ചെലവാക്കണ്ടേ? ഞാൻ എന്നും വീട്ടിൽ താങ്ങും തണലുമായി ഉണ്ടാകും. ഇത് താൻ തൻ്റെ കാമുകിയോട് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടെന്നും അന്ന് ധ്യാൻ പറഞ്ഞു. പിന്നീട് റിഹാബ് നടത്തി മദ്യവും ലഹരിയും ഉപേക്ഷിച്ചു. എന്നും അച്ഛനൊപ്പം ഉണ്ടാകുമെന്ന വാക്ക് അവസാന നിമിഷം വരെ ധ്യാൻ പാലിച്ചു. അച്ഛൻ്റെ പാത പിന്തുടർന്ന് ധ്യാനും ഈ അടുത്ത കാലത്ത് കൃഷിയിൽ താല്പര്യം കാണിച്ചതും വാർത്തയായിരുന്നു. അച്ഛൻ്റെ താല്പര്യപ്രകാരമാണ് കൃഷി ഏറ്റെടുക്കുന്നതെന്നും അന്ന് ധ്യാൻ പറഞ്ഞു. ശ്രീനിവാസനെയും മോഹൻലാലിനെയും ഒരുമിച്ച് തൻ്റെ സിനിമയിൽ അഭിനയിപ്പിക്കണം എന്ന ധ്യാനിൻ്റെ മോഹം കൂടിയാണ് ഇപ്പോൾ പൂർത്തിയാവാതെ പോകുന്നത്. അച്ഛൻ്റെ വേർപാട് തൻ്റെ ജന്മദിനത്തിൽ തന്നെ ആയത് കാലത്തിൻ്റെ യാദൃശ്ചികതയാകാം. ശ്രീനിവാസന്റെ വിയോഗ വാർത്ത പുറത്തു വരുമ്പോൾ കൊച്ചിയിൽ നിന്നും ചെന്നൈയിലേക്കുള്ള ഒരു യാത്രയിലായിരുന്നു മകൻ വിനീത് ശ്രീനിവാസൻ. മുൻകൂട്ടി നിശ്ചയിച്ച ചില പരിപാടികൾക്ക് വേണ്ടിയുള്ള യാത്രയ്ക്കായി വിമാനത്താവളത്തിൽ എത്തിയിരുന്നു അദ്ദേഹം. വാർത്ത അറിഞ്ഞ ഉടൻ അദ്ദേഹം ആശുപത്രിയിലേക്ക് തിരിച്ചു. അതേസമയം മലയാള സിനിമയിലെ സർവ്വമേഖലയിലും കയ്യൊപ്പ് ചാർത്തിയ പ്രതിഭാശാലിയെ ആണ് ശ്രീനിവാസന്റെ വിയോഗത്തിലൂടെ നഷ്ടമാകുന്നത്. മലയാള സിനിമയിലെ സുവർണകാലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 80കളിലും 90കളിലും തിരക്കഥ കൊണ്ടും തിരശ്ശീലയ്ക്ക് മുന്നിലെ അഭിനയം കൊണ്ടും തന്റെ സാന്നിധ്യം അറിയിച്ച അതുല്യ പ്രതിഭയായിരുന്നു ശ്രീനിവാസന്റെ വിയോഗത്തിൽ സിനിമാ താരങ്ങളും പ്രതികരിച്ചെത്തി. അപ്രതീക്ഷിതമാണ് ശ്രീനിവാസന്റെ വിയോഗമെന്നാണ് മോഹൻലാൽ പറഞ്ഞത്. അനാരോഗ്യമുണ്ടായിരുന്നു കുറച്ചു നാളായിട്ട്. സത്യേട്ടൻ്റെ സിനിമയുടെ സെറ്റിൽ ശ്രീനിവാസൻ വന്നിരുന്നു. അപ്പോഴാണ് അവസാനമായി കണ്ടത്. എന്നാലും എല്ലാ കാര്യങ്ങളും അറിയാറുണ്ടായിരുന്നു. ശ്രീനിയുടെ മക്കളുമായി നല്ല ബന്ധമാണുള്ളത്. വിവരങ്ങളെല്ലാം അങ്ങനെ അറിയാറുണ്ട്. ഈ വിടവാങ്ങൽ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ശ്രീനിവാസൻ സുഹൃത്തിൽ ഉപരിയുള്ള ആളായിരുന്നു എനിക്ക്. ഞാനുമായി ഒരുപാട് വ്യക്തിബന്ധമുണ്ടായിരുന്നു. ഞാനും ശ്രീനിവാസനും പ്രിയദർശനും സത്യനന്ദിക്കാടും ഒക്കെയുള്ള യാത്രയായിരുന്നു. കേരളത്തിനായി ഒരുപാട് സിനിമകൾ സംഭാവന നൽകി. ശ്രീനിവാസൻ സാമൂഹിക വിഷയങ്ങളെ നർമ്മരസം ചേർത്ത് തിരക്കഥകൾ ഒരുക്കിയപ്പോൾ മലയാളിക്ക് ഹാസ്യത്തിൻ്റെയും ആക്ഷേപഹാസ്യത്തിൻ്റെയും പുതിയ അനുഭവം കാണാനായി. ചിരിക്കാനും ചിന്തിപ്പിക്കാനും കഴിയുന്ന തിരക്കഥകൾ ഹാസ്യരൂപേണ അദ്ദേഹം കൈകാര്യം ചെയ്തു. മരണവിവരം അറിഞ്ഞപ്പോൾ സങ്കടമായി. കൂടുതൽ പറയാൻ വാക്കുകളൊന്നും കിട്ടുന്നില്ല. മരണവാർത്ത കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. എൻ്റെ കരിയറിലെ പ്രധാന സംഭാവന ചെയ്ത വ്യക്തിയാണ്. എല്ലാ നല്ല സിനിമകളിലും ശ്രീനിയേട്ടൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. തേന്മാവിൻ കൊമ്പത്ത്, നാടോടിക്കാറ്റ്, മഴയെത്തും മുൻപേ തുടങ്ങിയ സിനിമകൾ. അഭിനേതാവ്, തിരക്കഥാകൃത്ത്, സംവിധായകൻ എന്ന നിലയിലെല്ലാം തിളങ്ങിയ ആളാണ്.